നമസ്കാരം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിന്റെ ഇന്നത്തെ ഗതി പരിശോധിച്ചാൽ ഇറാൻ അതിശക്തമായി ഇസ്രായേലിന്റെ മൂന്ന് നഗരങ്ങൾ ഹൈഫ, അതുപോലെ ജെറുസലേം, ടെൽ അവീവ് വീണ്ടും ചാരമാക്കി, അല്ലെങ്കിൽ ആ വിധത്തിൽ മിസൈൽ പെരുമഴ നടത്തിയെന്നാണ് അറിയുന്നത്. കാരണം മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ നിലയത്തിന് അടുത്ത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ അല്ലെങ്കിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ അപേക്ഷിച്ച്. ഇസ്രായേൽ കുറെ കെട്ടിടങ്ങളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തകർന്നടിയുന്നു. അതിൽ പെടുന്ന കുറെ ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നു, കുടുങ്ങുന്ന കുറെ പേർ മരണപ്പെടുന്നു, ബങ്കറിലും ചിലർ പെട്ടു മരിക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും താരതമ്യേന അവരുടെ ബങ്കറുകൾ ഏറെക്കുറെ സുരക്ഷിതമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഏകദേശം മുഴുവൻ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അറിയുന്നത് മറ്റുള്ളവരെ, അതായത് മറ്റ് ദേശക്കാരെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ രാജ്യക്കാരെ മാത്രമാണ് ഇപ്പോ പരമാവധി അവർ സംരക്ഷിക്കാൻ നോക്കുന്നത്. മറ്റുള്ളവർക്ക് ബങ്കർ കിട്ടിയാൽ കിട്ടി എന്ന ഒരു അവസ്ഥയാണ് എന്ന് അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇറാന്റെ അവസ്ഥ അതല്ല. ഇറാനിൽ അങ്ങനെ ബങ്കറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇസ്രായേൽ എന്തെങ്കിലും തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അത് വീണ് കഴിഞ്ഞാൽ വീണെടുത്ത് ആരുണ്ടെങ്കിൽ അവർ തീർന്നു. അതാണ് അവസ്ഥ. അതുകൊണ്ട് ആളപായം കൂടുതലാണ്. ഇറാനില് വലിയ രീതിയിൽ ആളപായമുണ്ട്. നമ്മൾ ഈ വാർത്തകളൊക്കെ സംസാരിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്താണ് ന്യായം, ഇറാനെയാണ് കയറി ആക്രമിച്ചത്, ഇറാനെയാണ് അവർ നശിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നാശം കൂടുതൽ, ആൾനാശം കൂടുതൽ സംഭവിക്കുന്നത് ഇറാനിൽ തന്നെയാണ്. പക്ഷേ അത്രയധികം നാശനഷ്ടം ഉണ്ടാകുമ്പോഴും, അത്രയധികം ആൾനാശം അവരുടെ ഭരണകർത്താക്കൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും തിരിച്ചടിക്ക് യാതൊരു കുറവുമില്ല എന്നാണ്. ഇന്നിപ്പോ ഇറാൻ തന്നെ പുറത്തുവിട്ട വാർത്ത, USS അബ്രഹാം ലിങ്കനെ ആക്രമിച്ചു, അതിന് കേടുപാട് സംഭവിച്ചു എന്നാണ്. അമേരിക്ക അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. 12,500ഓളം പട്ടാളക്കാർ അതിനകത്തുണ്ട്. പിന്നെ F-35 അടക്കമുള്ള വലിയ യുദ്ധ സന്നാഹങ്ങളുണ്ട്. അതിനെയൊക്കെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നത്, തങ്ങളുടെ സമുദ്ര അതിർത്തിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ ആക്രമിക്കും, അതിന് പുറത്താണ് ഞങ്ങളൊന്നും ചെയ്യില്ല. അതായത് നീതിരഹിതമായി ഞങ്ങൾ സംസാരിക്കില്ല, നീതിരഹിതമായി ഞങ്ങൾ പ്രവർത്തിക്കില്ല. തങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള ആൾക്കാർ, അവരെ തങ്ങൾ ആക്രമിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ രാജ്യത്ത് നിന്ന് നിങ്ങളെ കൂടുകൊടുക്കാൻ വാരിക്കെട്ടി പോകണം. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ വെറുതെ വിടും. ഇതാണ് ഇറാന്റെ നേരത്തെയുള്ള നിലപാട്. ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് കുവൈറ്റിലും അതുപോലെ പിന്നെ UAE-യിലും ഒക്കെ, ദുബായിലൊക്കെ അടിവരുന്നത്, സൗദി അറേബ്യയിലേക്കൊക്കെ മിസൈലുകൾ ചെല്ലുന്നത്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കേൾക്കുന്നുണ്ട്. നേരത്തെ ഇറാന്റെ മിസൈലേറ്റ് തകർന്നുള്ള ജെറാൾഡ് ഗ്രീസിൽ അതിന്റെ സർവീസർ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റിയിരിക്കുന്നു എന്നാണ്. അത് പോയി, ഇവിടം വിട്ടുപോയി. അതായത് അമേരിക്ക ഒന്നും മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് കേട്ട 2 കപ്പലുകൾക്ക് കേടുവന്നു എന്നത് ഏറെക്കുറെ ശരിയായൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ചില കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അത് ഇറാന്റെ ആക്രമണത്തിലാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായതാണോ എന്നതിനെ കുറിച്ച് വ്യക്തത അവർ വരുത്തുന്നില്ല. വളരെ കാര്യക്ഷമതയോടെ ഇറാൻ തീരത്തേക്ക് പാഞ്ഞു വന്ന ആ കപ്പലുകൾ വളരെ പെട്ടെന്ന് എന്തോ സംഭവിച്ച് തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ 2 കപ്പലിനും സാങ്കേതിക പിഴവുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണല്ലോ. അപ്പൊ ഇറാന്റെ ആക്രമണം കൊണ്ട് തന്നെ ആയിരിക്കണം. ഏതായാലും അമേരിക്കയ്ക്ക് ഒരു വലിയ നഷ്ടമാണുള്ളത്. അമേരിക്ക വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിൽ ചെന്ന് പെട്ടുപോയി, ഇനി ഊരാനും വയ്യ. ഏതായാലും 10-15 ഇന മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്താൻ സമാധാന കരാർ എന്ന പേരിൽ ഒരു വാറോല എഴുതി പാകിസ്ഥാൻ മുഖാന്തരം ഇറാനിലേക്ക് കൊടുത്തു എന്ന് അറിയുന്നുണ്ട് അമേരിക്ക. അതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇറാനിലുള്ളവർ എപ്പം മുള്ളണം എന്ന് പോലും അതിനകത്ത് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിലെ പട്ടാളക്കാർ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു അത്രേ. പിന്നെ അവരുടെ ആണവ എന്താ പറയാ പരിവേഷണങ്ങൾ പിന്നെ തുടങ്ങാൻ പാടില്ല അത്രേ. യുറേനിയത്തെ കുറിച്ച് മിണ്ടിപ്പോകരുത് അത്രേ. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ്. ഇതിന് ഇറാൻ ചോദിച്ചത്, നിങ്ങൾ ആരാ ഇത് പറയാനാണ്, ഇയാൾ ആരാ ഇത് ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് ആ ചീട്ട് കീറി എറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ അടിയും ഇറാനിലേക്ക് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മിസൈലും ഇറാനിലേക്ക് വന്ന് പതിക്കുമ്പോൾ അതിന് വലിയ തിരിച്ചടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഹൈഫയും അതുപോലെ ടെൽ അവീവ് ഒക്കെ വീണ്ടും കത്തിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇറാനൊന്നും സംഭവിക്കുന്നില്ലെന്ന് കരുതണ്ട. ഇറാന്റെ 10-30 കപ്പലുകൾ അമേരിക്ക നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, മുക്കിക്കളഞ്ഞു. പക്ഷെ അത് ചെറിയ കപ്പലുകളാണ്, അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷെ ഇറാൻ എന്ന ഒരു രാജ്യം അമേരിക്കയുടെ അമേരിക്ക ഒരു യുദ്ധത്തിന് വരും, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഇയാൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ വരാൻ സാധ്യതയുണ്ട്. അത് എന്നാണ് വരുന്നത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ ശക്തമായി അടിക്കുന്നത്. അതേ അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളും കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ അവസാനം വരുന്ന വാർത്ത, 2,500ഓളം പട്ടാളക്കാര് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. അത് പാകിസ്ഥാനിൽ വന്നിറങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ വലിയ വിഷയമാണ് വരാൻ പോകുന്നത്. പാകിസ്ഥാൻ ഒരു എന്താ പറയാ മധ്യസ്ഥൻ
എന്ന നിലയിൽ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു പിമ്പിന്റെ പണിയാണ് പാകിസ്ഥാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണിക്ക് നേരത്തെ ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു, ഇന്ത്യയെ ശ്രമിച്ചിരുന്നു. നമ്മളെ ശശി തരൂർ, എല്ലാം അറിയുന്ന ആളാണ് ശശി തരൂർ, അത്യാവശ്യം ബോധമുള്ള ആളാണ്. ഇന്ത്യക്ക് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ ഇടപെട്ടില്ല. ഇന്ത്യ ഇടപെടാത്തത് ഇന്ത്യക്ക് പിമ്പിന്റെ പണിയില്ലാത്തത് കൊണ്ടാണ്. പാകിസ്ഥാനാണ് നേരത്തെ അമേരിക്ക കൊടുത്തിട്ടുള്ള കടലാസ് നേരെ ഇറാനിൽ എത്തിച്ചത്. ഇപ്പൊ എന്തേ അമേരിക്കൻ പട്ടാളക്കാര് 2500 പേര് പാകിസ്ഥാനിൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ വന്നിട്ടായിരിക്കും ഒരുപക്ഷെ ഇറാനെ അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ കാര്യം തീരുമാനമാവും. ഇന്ത്യ ഒന്നും ചെയ്യേണ്ടതില്ല, പാകിസ്ഥാനെ ഇറാൻ തന്നെ ശരിയാക്കിക്കോളും. അപ്പൊ അതാണ് ഇനിയിപ്പോ അടുത്ത വാർത്തയായിട്ട് വരാനുള്ളത്. ഏതായാലും ട്രംപിന്റെ 15 ഉടമ്പടി, സമാധാന ഉടമ്പടി കീറി എറിഞ്ഞതോടുകൂടി യുദ്ധം ഇതിവിടെ നിന്ന് നിൽക്കൂല. ഒരു വലിയ എന്താ പറയാ, ഇനിയും കൂടുതൽ രക്തരൂക്ഷിതമായിട്ടുള്ള വലിയ അടിയും തിരിച്ചടിയുമായി ഇത് തുടരും എന്നാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും രസകരമായ ഒരു വസ്തുത ഈ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയിട്ടാണ്. ഹോർമൂസ് ഇറാൻ തടഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ അടക്കമുള്ള 5 രാജ്യങ്ങൾക്ക് ഹോർമൂസ് വഴി എണ്ണ കൊണ്ടുപോകാൻ കഴിയും, ഒരു പ്രശ്നമില്ല. അത് ഇറാൻ അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളും പൂട്ടിയിട്ടിട്ടുണ്ട്. ആ പൂട്ടിയിട്ടതിന് ഇപ്പൊ തുറന്നു കൊടുക്കണം, ഞങ്ങൾ തുറന്നു കൊടുക്കും എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. അമേരിക്ക അത് പറയേണ്ട ആവശ്യം എന്താ? ഏതായാലും അതിന്റെ തിക്തഫലങ്ങൾ ഞാനും നിങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്നത് വല്ലാത്ത ഒരു ദുഃഖം തന്നെയാണ്. യുദ്ധം അവസാനിക്കട്ടെ. അത് ഇസ്രായേലിലായാലും ഇറാനിലായാലും മറ്റു രാജ്യങ്ങളിലായാലും കൊല്ലപ്പെടുന്നവർ, പരിക്ക് പറ്റുന്നവർ, അവരൊക്കെ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ വേദന നമ്മുടെയും കൂടെ വേദനയാണ്. ഏതായാലും നമ്മളൊന്ന് കരുതിയിരിക്കുക. കാരണം ഇറാനും ഒക്കെ കടന്ന് ഇനി ബാക്കിയുള്ളതൊക്കെ കടന്നിട്ട് ഇനി അടുത്തത് അമേരിക്കയ്ക്ക് കുതിര കയറാനുള്ളത് ഇന്ത്യയോടാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്കുന്നുണ്ട്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയോട് അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയും വെച്ചോണ്ടിരിക്കൂല. നമ്മളതൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഇപ്പോ അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോ ഒരുപക്ഷെ നാവിറങ്ങിപ്പോ. Different angles. Don't forget to subscribe and support this channel.